പരമ്പരാഗത സ്വർണ്ണമടക്കം 2 കോടിയുടെ കവർച്ച നടന്നിട്ടും കവടിയാർ കൊട്ടാരത്തിലെ സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം എങ്ങും എത്തിയില്ല. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം നടത്തിയിട്ടും മോഷ്ടാവിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. ചെറിയൊരു മോഷണമല്ല കേട്ടോ അത് ആദ്യം അവർ അവിടെ മറ്റെവിടെയെങ്കിലും വച്ചോ എന്ന് സംശയിച്ചു. പിന്നീട് കാണാനില്ലെന്ന് ഉറപ്പ് വന്നപ്പോൾ കുടുംബം മുഴുവൻ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാണ് കേസ് കൊടുത്തത്. പക്ഷേ 2 കോടിയുടെ കവർച്ചയാണ്. അത് വെറും സ്വർണ്ണമല്ല, രാജകൊട്ടാരത്തിലേതാണ്. സ്വാഭാവികമായും പവിഴങ്ങൾ, വലിയ അമൂല്യ വസ്തുക്കളാണ്, പിന്നെ അമൂല്യ വജ്രമൊക്കെ ഉണ്ടാവും. അത് ഇതുവരെ പോലീസ് അതിലൊരു ഗൗരവം കാണിക്കുന്നില്ല. അതാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ അതിന് പിന്നാലെ പോകേണ്ടി വരും, നിയോഗിക്കപ്പെടും. അപ്പോൾ ഇത് ഇത്ര വലിയൊരു കാര്യമായിട്ട് തിരുവനന്തപുരം നഗര മധ്യത്തിലെ ഒരിടത്ത് നടന്ന വൻ കവർച്ച, ഒരുപക്ഷെ അതിൽ അറിയാവുന്നവർക്കേ അത് ചെയ്യാനാകൂ എന്ന അവസ്ഥ വരെ വന്നു. എന്നിട്ടും പോലീസ് എത്തുന്നില്ല എന്നതാണ് സാഹചര്യം. MS വീണ, അന്വേഷണം ഈ വാർത്ത നമ്മളൊരു 3-4 ദിവസം മുമ്പ് ഇതിൻ്റെ ഗൗരവം നമ്മൾ വെളിപ്പെടുത്തിയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ. പക്ഷേ ഇപ്പോഴും അനക്കമില്ലല്ലോ, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഉത്തരം പോലുമില്ല. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമെന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ആഭരണങ്ങൾ എന്നാണ് പറയുന്നത്. പൗരാണിക മൂല്യങ്ങളുള്ള, പരമ്പരാഗതമായി കൈമാറി വരുന്ന രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ പതിപ്പിച്ച സ്വർണമാണ്. സ്വർണ്ണാഭരണങ്ങളും വൈഡൂര്യങ്ങളും ഒപ്പം തന്നെ വൈരമുത്തുകളും ഒക്കെ പതിപ്പിച്ച ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഏകദേശം മൂല്യം മാത്രമാണ് 2 കോടി രൂപ. അതിന് മുകളിൽ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ദിവസങ്ങൾ കഴിയുന്നു. ഈ മോഷണം നടന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ആ സമയത്ത് രാജകുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണം എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ, ഏതെങ്കിലും മുറിയിൽ അകപ്പെട്ടു പോയോ, അത്തരത്തിലുള്ള പരിശോധനകളും ചർച്ചകളും ഒക്കെ നടന്നതിന് ശേഷമാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനമെടുക്കുകയും പേരൂർക്കട പോലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരാതി നൽകുകയും പ്രത്യേക അന്വേഷണ സംഘം കൊട്ടാരത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മൊഴി രേഖപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും പ്രതി എവിടെ, ആ മോഷണം മുതൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയില്ല. ഈ സ്വർണം ആരാണ് എടുത്തത്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, പലതരത്തിൽ ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അടുപ്പമുള്ളവരായിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. കൊട്ടാരത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ, 100-ലധികം മുറികളുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരത്തിൽ കൃത്യമായിട്ട് ഇരുമ്പ് അലമാരയ്ക്കുള്ളിൽ പ്രത്യേക ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതും ലോക്കറിന്റെ ഒരു ഭാഗത്ത് മാത്രം സൂക്ഷിച്ചിരുന്ന സ്വർണം. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഇത് ഒരുമിച്ച് ഒരുപാട് ആഭരണങ്ങൾ, അതായത് 12 ഇനത്തോളം ആഭരണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരുമിച്ചായിരിക്കില്ല, പലപ്പോഴായി കുറേശ്ശെ മോഷണം ചെയ്യപ്പെട്ടതെന്ന് അടക്കം പോലീസ് പറയുമ്പോൾ ഈ കൃത്യ ദിവസങ്ങളിലടക്കം ആ 2 മാസങ്ങളിലെയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതെങ്കിൽ സംശയാസ്പദമായ ആളുകളെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, പ്രതികളിലേക്ക് അന്വേഷണം നീളാത്തതെന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഉയരുകയാണ്. നിലവിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഡ്യൂട്ടി കിട്ടുവാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിലേക്കും ഈ ഒരു അന്വേഷണം കൈമാറുവാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പം തന്നെ ഈ ഒരു ആഭരണങ്ങൾ എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. മോഷ്ടാവിലേക്കും അന്വേഷണം എത്തണം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഇതുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ രാജ്യാന്തര വിപണിയിലേക്കുമൊക്കെ ഈ ഒരു ആഭരണങ്ങൾ കൈമറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ചില ജ്വല്ലറി ഉടമകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടന്നു എന്ന് പോലീസ് പറയുമ്പോൾ പോലും അതിൽ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്ന മൊഴികൾ ഉണ്ട്, തെളിവുകൾ ലഭിച്ചു എന്നുള്ള കാര്യത്തിലടക്കം ആശങ്ക നിലനിൽക്കുകയാണ്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നമുക്ക് ആ ഒരു സാധ്യതയിലേക്ക് നീങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ആഭരണങ്ങൾ എവിടെ പോയി, അത് കൊട്ടാരത്തെക്കുറിച്ച് അറിയാവുന്നവരാണ് ഈ ഒരു മോഷണത്തിന് പിന്നിലുള്ളതെന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉള്ളപ്പോൾ പോലും അത്തരക്കാരിലേക്ക് എന്താണ് പോലീസിന് എത്താൻ സാധിക്കാത്തതെന്നുള്ളൊരു വിമർശനം കൂടി ഒരു സാഹചര്യത്തിൽ ഉയരുകയാണ്. കൃഷ്ണരാജ്. ഓക്കെ വീണ, എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അങ്ങേയറ്റം ദുരൂഹതയുള്ളതുമായ ഒരു സംഭവമാണ് ഈ കൊട്ടാരത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു മോഷണം. പോലീസിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമായിരുന്നില്ലേ? കാരണം അറിയാവുന്ന ആളായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇരുമ്പ് ലോക്കറാണ്, അതിൽ സൂക്ഷിച്ചിരുന്നത് മോഷ്ടിക്കുന്നു. എന്നിട്ട് പോലീസ് തന്നെ പറയുന്നു ഘട്ടം ഘട്ടമായി മോഷ്ടിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഘട്ടം ഘട്ടമായി മോഷ്ടിക്കണമെങ്കിൽ പുറത്തു നിന്നൊരു മോഷ്ടാവിന് വന്ന് അകത്ത് കയറി ഇതൊക്കെ ഘട്ടം ഘട്ടമായി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ദുരൂഹമാണെന്ന് ഉറപ്പാണ്. അത് കണ്ടെത്തുക അത്ര വലിയ പ്രയാസമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉദാസീനമാണ്
പോലീസ് Yes. എന്ന കാര്യത്തിൽ സംശയമില്ല. MS വീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.